ഇലക്ഷൻ ട്രാവലർ കൊല്ലത്ത് എത്തിയതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മൾ കാണേണ്ടുന്ന ഒരാളാണല്ലോ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പി. അദ്ദേഹത്തിന്റെ വസതിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ കണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യവും മറ്റൊന്ന് സംസാരിച്ചിട്ട് വരാം. തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് ഇറങ്ങാൻ പോവാ അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നടക്കാം. ാണ് ഈ ഡീൽ പരാമർശമാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും ഉള്ളത്. വി ഡി സതീശൻ പറയുന്നു, അതിനുള്ള മറുപടി മുഖ്യമന്ത്രി പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡീല് രാഷ്ട്രീയമായിട്ട് സാധ്യമായിട്ടുള്ളതാണോ കേരളത്തിൽ? ഞങ്ങളൊരു 2-3 വർഷം മുമ്പ് തന്നെ ഈ കാര്യം വളരെ വിശദമായി RSP ഞങ്ങളുടെ ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലും വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം 2014 മോദിയും അമിത്ഷായും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യം ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് BJPയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം നിലപാട്. അപ്പൊ കേരളത്തിലായാലും കർണാടകത്തിലായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായാലും കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് BJP മുന്നോട്ട് വെക്കുന്ന വ്യക്തമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിൽ കേരളത്തിൽ ഒരിക്കൽ കൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും BJPയുടെ സ്കോപ്പ് ഇല്ലാതാവുകയാണ് കേരളത്തിൽ. കേരളത്തിൽ LDF വേഴ്സസ് UDF എന്നുള്ള രാഷ്ട്രീയ ധ്രുവീകരണം നിലനിൽക്കും. അതില്ലാതാക്കുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. അതിനൊരിക്കൽ കൂടി കോൺഗ്രസും UDFും അധികാരത്തിൽ നിന്ന് പുറത്തു നിന്നാൽ BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി വളരാം. LDF വേഴ്സസ് NDA അല്ലെങ്കിൽ BJP എന്ന നിലയിലേക്ക് കേരള രാഷ്ട്രീയത്തെ ആ ഒരു ധ്രുവീകരണത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇതിപ്പോ. ഈ ഡീല് ആരോപണം ഇങ്ങനെ ഗൗരവത്തോടെയാണ് വരുന്നത്. ഇങ്ങനെ ഡീൽ ഉണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പഴയ BJP അല്ല, അവർക്ക് പലയിടങ്ങളിലായിട്ട് വോട്ടുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും UDFന് വരാതിരിക്കുക എന്നൊരു സാഹചര്യമില്ലേ? BJPയുടെ വോട്ട് ഈ ഡീല് പോലെയൊക്കെ. പക്ഷെ അതിനെ അതിജീവിച്ച് UDFന് വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. കാരണം ഇത്രയും ആന്റി ഇൻകംപൻസി ഫാക്ടർ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു വികാരം, പൊതുവികാരം. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഓരോ സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന G. സുധാകരനെതിരായി നടത്തിയ പ്രതികരണം, സാധാരണക്കാരനായ ഒരു വ്യക്തി അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ഇന്നലെ ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനുള്ള പ്രതികരണമാണ്. അത് നിങ്ങളുടെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ധാർഷ്ട്യവും വേദിയിൽ നിന്നാണ് പരസ്യമായി പറയുന്നത്. അപ്പൊ ആ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ജനം മടുത്തു. ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഭരണാധികാരിക്ക് ഭൂഷണമായിട്ടുള്ള വാഗ്ഭാഷയും ശരീരഭാഷയും അല്ല മുഖ്യമന്ത്രിയുടെയും CPMന്റെയും. നമ്മൾ അങ്ങനെ ഇപ്പം മറ്റൊരു വാക്കുകൂടെ അദ്ദേഹം പ്രയോഗിച്ചല്ലോ കഴിഞ്ഞ ദിവസം. എല്ലാവരും കൊല്ലത്ത് താങ്കൾക്കെതിരെ പഴയ നടത്തിയ പരാമർശം ഓർക്കുകയാണ്. അതാ പറഞ്ഞ G. സുധാകരനെതിരായി നടത്തിയ പരാമർശത്തിന് എത്ര കൃത്യമായ മറുപടിയാണ് G. സുധാകരൻ നൽകിയത്. ഇന്നലെ G. സുധാകരനായാലും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തോടൊപ്പം കണ്ണൂരിൽ എന്താ ഇതൊന്നും പറയാത്തത്? കണ്ണൂരിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള TK ഗോവിന്ദൻ പോയി, P. കുഞ്ഞികൃഷ്ണൻ പോയി. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചൊന്നും ഇത്തരത്തിലുള്ള പദപ്രയോഗം നടത്തുന്നില്ലല്ലോ. അദ്ദേഹം കണ്ണൂരിൽ എന്തേ ഇത്തരത്തിലുള്ള പരമാവധി പോയാൽ വർഗവഞ്ചകൻ എന്ന പദത്തിന് അപ്പുറത്തേക്ക് ഈ പറയുന്ന പദപ്രയോഗങ്ങളൊന്നും എന്താ അവർക്കാർക്ക് യോജിക്കാതെ? ഞാൻ മുന്നണി വിട്ടത് ഏത് സാഹചര്യത്തിലാണ്? മുന്നണി വിട്ട് ഞാൻ പാർട്ടി മാറിയില്ല. അന്നും ഇന്നും എന്നും ഞാൻ RSP ആണ്. ഞാൻ മത്സരിച്ചിട്ടുള്ളത് എല്ലാം മൺവട്ടിയും മൺകോരിയും എന്ന് പറയുന്ന പാർട്ടി ചിഹ്നത്തിലാണ്. ഞാൻ എന്റെ പാർട്ടി തീരുമാനം അനുസരിച്ച് പാർട്ടിയുടെ ഭാഗം, പാർട്ടി മുന്നണി മാറിയപ്പോൾ അതിന്റെ ഭാഗമായി മാറിയതാണ്. അതെങ്ങനെയാണ് വർഗവഞ്ചകൻ എന്ന് വിളിക്കാൻ കഴിയുക? അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ? വളരെ കടുത്ത വാക്കായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ്, അതായത് മുന്നണി മാറുന്നതിന് മുമ്പ് ശ്രീ എൻ കെ പ്രേമേന്ദ്രനായിട്ട് വളരെ വ്യക്തിപരമായിട്ട് തന്നെ നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്, അല്ലേ? അപ്പൊ വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് നേരെ അങ്ങനെ ഒരു പ്രയോഗം വന്നത് എന്തുകൊണ്ടായിരിക്കുന്നു? അദ്ദേഹത്തെ അത്രമാൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും താങ്കളുടെ മാറ്റം. അല്ല, അതിനൊരു രാഷ്ട്രീയ കാരണമുണ്ട്. LDFന്റെ ഭാഗമായി നിന്ന സമയത്ത് ആ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റോടുകൂടി മുന്നണിയുടെ താല്പര്യത്തിന് വേണ്ടി അതിശക്തമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ല വിശ്വാസ്യത ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു അടുപ്പവും ബന്ധവും സൗഹൃദവും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് അങ്ങനെ പാർട്ടി പോയാലും, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അങ്ങനെ പാർട്ടി പോയാലും ഞാൻ അടക്കമുള്ള ഒരു വിഭാഗം വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ്, ഒപ്പം തന്നെ നിൽക്കുമെന്ന്. അതെ, പാർട്ടി പക്ഷെ ഒറ്റക്കെട്ടായി അവർക്ക് പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ ഒരു അവസരം ഒന്നും കിട്ടിയില്ല. അതാ അതിന്റെ സത്യം. ഏത് പാർട്ടി ഇടത് ജനാധിപത്യ മുന്നണിയിൽ നിന്ന് CPM നയിക്കുന്ന മുന്നണിയിൽ നിന്ന് ഏത് പാർട്ടി വിട്ടുപോയിട്ടുണ്ടോ
ആ പാർട്ടിയെ ദുർബലപ്പെടുത്തും, ആ പാർട്ടിയെ ഭിന്നിപ്പിക്കും. ഇതൊക്കെയാണ് അവരുടെ തന്ത്രം. ഇതിലിപ്പോ നമ്മൾ ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ പക്ഷേ 2 തവണ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറി എന്നുള്ളത് നമുക്ക് രാഷ്ട്രീയം നമ്മളൊക്കെ ഒന്നിച്ച് ചർച്ചയിൽ വന്നുകൊണ്ടിരുന്ന കാലത്ത് ഈ പറയുന്ന അക്കാലത്തിന്റെ ഒരു രാഷ്ട്രീയം എന്ന് വെച്ചാൽ പിണറായി വിജയനെതിരെ വലിയ വിദ്വേഷമായിരുന്നല്ലോ. മാധ്യമങ്ങൾക്കകത്തൊക്കെ വലിയ ചർച്ചകളും പിണറായി വിജയൻ വലിയ ഈ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന ആളാണ്. പക്ഷേ 2 ടേം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മാറി എന്ന് മാത്രമല്ല വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുകയാണ്. അപ്പോൾ ആത്മവിശ്വാസമുള്ള 3-ാം തവണയും ഭരിക്കും എന്നൊരു ആത്മവിശ്വാസമുള്ള ഒരാളായിട്ട് അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹത്തോട് ജനങ്ങൾക്ക് ഏതോ നിലക്ക് വലിയ ആഭിമുഖ്യമുണ്ട് എന്നൊരു തോന്നലല്ലേ വരിക? അതായിരിക്കില്ലേ വസ്തുത? ഇല്ല, 2ാം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഓരോ രംഗത്തും ഓരോ മേഖലയിലും ഉണ്ടായിരിക്കുന്ന അപജയങ്ങൾ. ദുരന്ത സമാനമായ നിലയിലുള്ള അപജയങ്ങളാണ് സത്യത്തിൽ വിവിധ വകുപ്പുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു പെർഫോമിംഗ് ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ വലിയ രൂപത്തിൽ ഈ ഗവൺമെന്റ് 2ാം ഗവൺമെന്റ് വല്ലാതെ തകർന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. അത് മാത്രവുമല്ല, വലിയ PR എക്സർസൈസ്, ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് PR എക്സർസൈസാണ്. എന്തെല്ലാം പരിവേഷം നൽകിയാലും കഴിഞ്ഞ ദിവസം കോന്നിയിൽ നടത്തിയ സമ്മേളനത്തിലും അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ G. സുധാകരനെ കുറിച്ച് പറഞ്ഞതുമൊക്കെ അദ്ദേഹത്തിന്റെ തനതായിട്ടുള്ളതാണ്, ഒറിജിനൽ ആയിട്ടുള്ള ഇൻബോൺ ക്യാരക്ടറാണ് പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം വലിയ വിജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഡീല് ഉണ്ടെങ്കിൽ ആ പറയുന്ന കാരണം, പിന്നെ ഈ പറയുന്ന 3-ാം തവണയും വരുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിലും ഈ പറയുന്ന ഇന്റർവ്യൂകളിലൊക്കെ അതാണ് കാണുന്നത്. പിന്നെ പൊതുവിൽ അവരുടെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുമ്പോഴും അവരുടെ പാർട്ടി ഒന്നിച്ച് നിൽക്കുകയാണ്, മുന്നണി ഒന്നിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു 3-ാം തവണയും വരും എന്ന വലിയ ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളത്. പക്ഷേ UDF യഥാർത്ഥത്തിൽ എന്താണ് വിചാരിക്കുന്നത്? ശരി, റിയൽ ആയിട്ട് വിജയിക്കും എന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമാണോ? ഞാൻ 100% 100% ഉറപ്പാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. പിന്നെ സീറ്റിന്റെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് ഒരു തർക്കം അല്ലെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായം. ഞാൻ പറയുന്നത് 100-ൽ കുറയാത്ത സീറ്റിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല. ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നില്ല, ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് സത്യത്തിൽ ആ ഒരു ട്രെൻഡ് ഒരു വേവായി തരംഗമായി കേരളത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വേവുണ്ട്. കാരണം അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് പുതുയുഗ യാത്രയിലാണ്. CPM-ന്റെ നേതൃത്വത്തിൽ 3 മേഖലാ ജാഥകൾ നടത്തി. തൊട്ട് തുടർന്നാണ്, അല്ലെങ്കിൽ അതിന്റെ സമാന സമയത്ത് തന്നെയാണ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്ര നടത്തി. ഞാൻ എത്രയോ LDF-ന്റെയും UDF-ന്റെയും ജാഥകളിൽ ക്യാപ്റ്റനായും അല്ലാതെ അംഗമായും ഒക്കെ നിരവധി ജാഥകളിൽ ഈ പൊതുജീവിതത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും വിസ്മയകരമായ ഒരു ജനമുന്നേറ്റം, ആ ജനമുന്നേറ്റം ഞങ്ങളുടെ സംഘാടക മികവ് കൊണ്ടോ ഞങ്ങളുടെ ഏതാണ്ട് മെച്ചപ്പെട്ട പ്രവർത്തനം കൊണ്ടോ ആണെന്നുള്ള തെറ്റായ ധാരണ എനിക്കില്ല. അത് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം തീക്ഷ്ണമായ നിലയിൽ തിളച്ചു പൊന്തുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല. പിന്നെ കോൺഗ്രസിനകത്ത് ഇപ്പോഴുള്ളൊരു കെട്ടുറപ്പ്, അഭിപ്രായ വ്യത്യാസവും പക്ഷേ ഒരു അഭിപ്രായ വ്യത്യാസം കൂടുതലായിട്ടുണ്ടായല്ലോ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യമൊക്കെ വരുമ്പോൾ. ഇപ്പോൾ K. സുധാകരനുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ചുരുക്കം ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല. അത് ബാധിക്കില്ല എന്നാണോ താങ്കൾ പറയുന്നത്? പാർട്ടിയുടെ പൊതുവായ വികാരത്തോടൊപ്പം K. സുധാകരൻ നിന്നു എന്നുള്ളത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരാൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പൊതുമനസ്സിൽ നേരത്തെ ഉണ്ടായ വികാരം അല്ലെങ്കിൽ ഉണ്ടായ വിഷമം പൂർണ്ണമായും മാറിയെന്ന് മാത്രമല്ല, കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോകാൻ UDF-ന് കഴിഞ്ഞു. G. സുധാകരന്റെ കാര്യം എടുത്താൽ താങ്കൾ അവരുടെ മുന്നണിയിലായിരുന്നപ്പോഴൊക്കെ അടുത്ത് പ്രവർത്തിച്ച ആളാണല്ലോ അദ്ദേഹം. G. സുധാകരനിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ മുന്നണി മാറുന്നതിനേക്കാൾ വലിയ ഞെട്ടലായിരുന്നു G. സുധാകരൻ പാർട്ടി വിട്ട് മത്സരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ എന്തായിരിക്കും അത് പ്രേരിപ്പിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് അദ്ദേഹം പിണറായി വിജയനോടൊക്കെ വലിയ ആരാധനയും ആഭിമുഖ്യമൊക്കെ ഉള്ള ഒരാള് നേരെ മാറിയിട്ട് അപ്പുറത്ത് മത്സരിക്കുകയാണ്. എന്തുകൊണ്ട് G. സുധാകരൻ അങ്ങനെ തോന്നിയിട്ടുണ്ട്? സനീഷെ, സത്യത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ എപ്പോഴെല്ലാം പിണറായി വിജയനെതിരായി അതിരൂക്ഷമായിട്ടുള്ള പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ടോ അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും വിജയകരമായി പ്രതിരോധിക്കുന്നതിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് G. സുധാകരൻ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പരിഹാസ ചിരി മാത്രം മതി. G. സുധാകരനെ പോലെ ഒരാൾ അതൊന്നും ഉൾക്കൊള്ളുന്നയാളല്ല. ആ പരിഹാസ ചിരി തന്നെ സത്യത്തിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ വ്യക്തിത്വത്തെയും തകർക്കുന്നതിന് തുല്യമാണ്. അഴിമതിയുടെ കറപുരളാത്ത സംശുദ്ധമായ പൊതുജീവിതത്തിന്റെ ഉദാത്ത മാതൃകയെന്ന് കേരള രാഷ്ട്രീയത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന അപൂർവം വ്യക്തികളിലായി ഒരാളായിട്ടുള്ളയാൾ. അഴിമതിരഹിതമായിട്ടുള്ള സംശുദ്ധമായ പൊതുജീവിതം മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത, വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മിനിസ്റ്റർ. എൻ്റെ അഭിപ്രായത്തിൽ CPM-ന് വന്നു ഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ അപജയത്തിൽ മനംനൊന്തും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കലഹം ഇന്ന് നല്ലതുപോലെ അത്തരമൊരു കലാപം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതിന്റെ പ്രത്യുൽപ്പന്നമാണ് സത്യത്തിൽ G. സുധാകരൻ
ഇത്തരം ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഇടയായത് എന്നാണ് എൻ്റെ വിശ്വാസം. താങ്കളുടെ മകൻ ഇവിടെ സീറ്റിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കകത്ത് ഒരു ചെറിയ വർത്തമാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ എന്താ താങ്കൾക്ക് തോന്നുന്നത് അതിനകത്ത്? ഇല്ല, മകൻ കാർത്തിക് മത്സരിക്കണമെന്ന് ഒരു ഘട്ടത്തിലും ഒരു സ്ഥലത്തും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. താങ്കൾ പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദമായി ചർച്ച നടന്നു. പല മണ്ഡലം തലത്തിൽ നടന്നു, ജില്ലാ തലത്തിൽ നടന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലത്തിലൊക്കെ ചർച്ച നടന്നു. പക്ഷേ ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട് അത്തരത്തിലൊരു പദവി അല്ലെങ്കിൽ അത്തരത്തിലൊരു സീറ്റ് കൊടുക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ആ ഒരു നിർദ്ദേശം ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കേരളത്തിൽ നമ്മൾ മുൻകാലത്ത് കാണാത്ത വിധം BJP അവരുടെ വോട്ട് ബേസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കുറച്ച് താഴേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ എന്നാലും BJP ഒരു മൂന്നാം കക്ഷിയായിട്ട് അന്തരീക്ഷത്തിലാകേണ്ട അവരുടെ ചെറിയ പാർട്ടികളാണെങ്കിലും അവരുടെ മുന്നണിക്കൊപ്പം ചെന്ന് 2020 മറ്റുമൊക്കെ ചെന്ന് നിൽക്കുന്നു. സെലിബ്രിറ്റികൾ, സിനിമാക്കാരൊക്കെ ചെന്ന് അവരുടെ സ്ഥാനാർത്ഥികളാകുന്നു. അപ്പോൾ BJP ഒരു പ്രധാനപ്പെട്ട കക്ഷിയാകും കേരളത്തിലാകെ എന്നൊരു തോന്നൽ ഉണ്ടാകേണ്ടതുണ്ടോ? ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന ഒരു നയമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അതിന്റെ ഭാഗമാണ് ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി കൊടുത്ത അഭിമുഖം. അതിന്റെ ഭാഗമായിട്ടാണ് വിജയരാഘവന്റെയും സജി ചെറിയാന്റെയും AK ബാലന്റെയും ഒക്കെ നിരന്തരമായ മുസ്ലിം വിരുദ്ധതയുടെ ഈ പ്രസ്താവനകളും പ്രതികരണങ്ങളും. അതിന്റെ ഭാഗമാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പാ തീരത്ത് സംഘടിപ്പിച്ചത്. അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഇത്രയും കോടി രൂപ ചെലവഴിച്ച് വിശ്വാസ സംഗമം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സംഘടിപ്പിക്കേണ്ട കാര്യം എന്താണ്? ആ നയത്തിനൊരു വലിയ തിരിച്ചടിയാണ് വരാൻ വേണ്ടി പോകുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടി സാമുദായിക ശക്തികളെയും വർഗീയ ശക്തികളെയും ഒക്കെ പ്രീണിപ്പിക്കുന്നതിന്റെയൊക്കെ ഗുണഭോക്താവായി വരാൻ പോകുന്നത് BJP-യാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന പൊതു നിലപാട് ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായി ഉയർത്തുന്നുണ്ട്. അതിനൊരു വലിയ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പ്. അവസാനമായിട്ട് NK പ്രേമചന്ദ്രൻ വെച്ചാൽ എപ്പോഴും ജയിക്കും. ആര് വന്ന് അപ്പുറത്ത് മത്സരിച്ചാലും ജയിക്കും. അതിന്റെ കാരണങ്ങളൊന്നായിട്ട് എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്നത് താങ്കൾക്ക് BJP-യോടും BJP-കാർക്കും വോട്ട് ചെയ്യാവുന്ന ഒരിടം താങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അപ്പം മോദിയോടൊക്കെയുള്ള സൗഹൃദമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാരണമുണ്ടോ? അതായത് താങ്കൾ ജയിക്കുന്നത് BJP-യെ കൂടെ പ്രീണിപ്പിച്ചുകൊണ്ടാണോ? ഒരിക്കലുമല്ല. BJP ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് BJP-കാർ മാത്രമല്ല, SDP-യുടെ നല്ല വിഭാഗം എനിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, PDP-കാർ എനിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, BJP-കാർ വോട്ട് ചെയ്യുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നേടാൻ നമുക്ക് കഴിയണം. നമ്മൾ പെർഫോം ചെയ്താൽ, ഇപ്പോൾ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ പാർലമെന്റിൽ പെർഫോം ചെയ്യുന്നതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അത് പെർഫോം ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ വോട്ട് ചെയ്യും. അത് BJP-യുമായിട്ടുള്ള സൗഹൃദത്തിന്റെയോ അല്ലെങ്കിൽ BJP സഹായിക്കുന്നതിന്റെയോ ഭാഗമായിട്ടല്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ഈ 5 വർഷത്തിനിടെ, 5 വർഷമായില്ല, ഇപ്പൊ തന്നെ ഈ 1.5 വർഷമായി എന്റെ വസതിയിലേക്ക് എത്ര പ്രാവശ്യമാണ് BJP മാർച്ച് നടത്തിയത്. അപ്പൊ അവർ രാഷ്ട്രീയമായി നല്ലതുപോലെ എതിർക്കുന്നുണ്ട്. പക്ഷേ അവരെ വിശ്വസിക്കുന്ന, ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന അനുഭാവികളായിട്ടുള്ള സാധാരണക്കാർ ആ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ വോട്ട് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഭൂരിപക്ഷം കിട്ടില്ല. അതൊരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള പ്രീണനത്തിന്റെ ഭാഗമായിട്ടല്ല, നമ്മൾ സ്വീകരിക്കുന്ന പൊതുവായ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടിന്റെ കൂടി ഭാഗമായിട്ടാണ്. ശരി, വളരെ വളരെ നന്ദി. തിരക്കുള്ള ഒരു ദിവസത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. താങ്ക് യു.